എല്ലാവർക്കും നമസ്കാരം. 2 തവണ ഹരനും ഹരിയും ഹരിഹര സ്വരൂപം കാണിച്ചതായി പുരാണങ്ങൾ പറയുന്നുണ്ട്. അവ ഏതെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ ശൈവരും വൈഷ്ണവരും ആരാണ് യഥാർത്ഥ പരമാധികാരി എന്ന് പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ശിവനും വിഷ്ണുവും തമ്മിൽ ലയിച്ച് ഹരിഹര രൂപം സ്വീകരിച്ചു. മറ്റൊരിക്കൽ ശിവഭക്തർ തമ്മിൽ വലിയ തർക്കമുണ്ടായി. അവർ കേശവ ഭക്തരുമായി വഴക്കിട്ടു. പരസ്പരം വിജയം നേടാൻ അവർ ആഗ്രഹിച്ചു. തുടർന്ന് തൻ്റെ ഭക്തർ നോക്കി നിൽക്കെ വിഷ്ണുവിൻ്റെ ഗണങ്ങളുമായി സമാധാനം സ്ഥാപിക്കാനുള്ള ആശയവുമായി രുദ്രൻ ഒരു അത്ഭുതകരമായ രൂപം സ്വീകരിച്ചു. ശരീരത്തിൻ്റെ അർദ്ധഭാഗങ്ങൾ ഉപയോഗിച്ച് ഭഗവാൻ ഹരിഹര രൂപം സ്വീകരിച്ചു. ശിവനും വിഷ്ണുവും തമ്മിൽ എങ്ങനെ സമന്വയപ്പെട്ടുവെന്ന് ദേവന്മാർ ചിന്തിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ വിഷ്ണു വീണ്ടും ഹരിഹര രൂപം സ്വീകരിക്കുന്നു. ഇപ്പോൾ തമസ് പ്രധാനിയായ ശങ്കരനും സത്വപ്രധാനിയായ വിഷ്ണുവും തമ്മിൽ എങ്ങനെ സംയോജനം ഉണ്ടായി എന്ന് ദേവന്മാർ ചിന്തിക്കാൻ തുടങ്ങി. ദേവന്മാരുടെ മനസ്സിൽ ഉടലെടുത്ത സംശയം ഹരി അറിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം അവ്യയനായും വിഭുവായും വിശ്വമൂർത്തിയായും എല്ലാ സ്വഭാവങ്ങളും ആയുധങ്ങളും കൈകളിൽ ധരിച്ച് പ്രത്യക്ഷനായി. ഒരേ സമയം ഒരേ ശരീരത്തിലുള്ള സർപ്പങ്ങൾ കൊണ്ടുള്ള കാതിലാഭരണം, ജടപിടിച്ച കേശം, കാള, സർപ്പമാല, പിനാക, ശൂലം, മുക്കണ്ണ്, പുലിത്തോൽ എന്നിവയോടുകൂടിയ മഹാദേവനെയും പീതാംബരം, ചക്രം, ശാരംഗം, ശംഖ്, വനമാല, കുണ്ടലം എന്നിവയോടുകൂടിയ വിഷ്ണുവിനെയും ദേവന്മാർ കണ്ടു. അത്ഭുതപ്പെട്ടുപോയ ബ്രഹ്മാവും ദേവന്മാരും സർവജ്ഞനായ അവ്യയയ്ക്ക് വന്ദനമർപ്പിച്ചു. അങ്ങനെ ഹരിയുടെയും ഹരൻ്റെയും സംയോജിത രൂപം അവതരിപ്പിച്ചു. ഇത് വാമന പുരാണത്തിൽ അധ്യായം 62 പറഞ്ഞിട്ടുണ്ട്. നന്ദി.